ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ രണ്ടാമത്തെ ലെസൻ്റെ പാർട്ട് 4 ആണ് നോക്കുന്നത്. ഇതിൽ 3 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ വീഡിയോ ഉണ്ട്. അത് ദ സുനാമി എന്ന ചാപ്റ്ററായിരുന്നു, ലെസനായിരുന്നു. അത് കാണാത്തവരത് കാണണം. ഈ സുനാമി എന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു പോയമാണ് ഈ ജോഗ്രഫി ലെസൺ. അപ്പോൾ ഇത് 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ നോക്കാം. ക്യാൻ യു ഇമാജിൻ വാട്ട് യുവർ സിറ്റി വുഡ് ലുക്ക് ലൈക്ക് ഇഫ് യു സോ ഇറ്റ് ഫ്രം 10,000 feet എബവ് ദ ഗ്രൗണ്ട്. നിങ്ങളൊരു 10,000 feet ഗ്രൗണ്ടിൽ നിന്ന്, ഈ നിലത്ത് നിന്ന് മുകളിൽ പോയിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റി എങ്ങനെ ഇരിക്കും, എങ്ങനെ കാണും, എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നീറ്റ്ലി പ്ലാൻഡ് ആൻഡ് പെർഫെക്റ്റ് ഇൻ പ്രൊപ്പോർഷൻ ലൈക്ക് എ ജോമെട്രിക് ഡിസൈൻ. നീറ്റ്ലി പ്ലാൻഡ് ആയിരിക്കാം, എല്ലാം കറക്റ്റ് അതിൻ്റെ ആയിട്ട് തോന്നും. പെർഫെക്റ്റ് ഇൻ പ്രൊപ്പോർഷനിൽ നല്ല സിമെട്രി ആയിരിക്കാം, ഒരു സൈഡിലുള്ള പോലെ മറ്റേ സൈഡിൽ, അതുപോലെ തന്നെ നല്ല പ്രൊപ്പോർഷനിലായിരിക്കാം. ലൈക്ക് എ ജോമെട്രിക് ഡിസൈൻ, ഒരു ജോമെട്രിയിലെ ഡിസൈൻ പോലെ അത്ര എക്സാക്റ്റ് ആയിരിക്കാം. ഇറ്റ് വുഡ് സ്ട്രൈക്ക് യു ആസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. നിങ്ങൾക്ക് തോന്നാം ഇത് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. എന്താണോ നിങ്ങൾ താഴെ നിന്ന് നോക്കുന്നത്, താഴെ ഇറ്റ് വുഡ് സ്ട്രൈക്ക് യു ആസ് സംതിങ് വെരി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഇറ്റ് ആക്ച്വലി ഈസ് വൈൽ യു ആർ ഇൻ ദ തിക്ക് ഓഫ് ഇറ്റ്. യു ആർ ഇൻ ദ തിക്ക് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ഇറ്റ്. നിങ്ങൾ ആ സിറ്റിയിൽ നടുക്കിലായിരുന്നപ്പോൾ, സിറ്റിയുടെ ഉള്ളിലായിരുന്നപ്പോൾ, സിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ സിറ്റി അത്ര പ്ലാൻഡോ അത്ര ജോമെട്രിക്കൽ പ്രൊപ്പോർഷൻസോ അല്ലെങ്കിൽ ഒരു ജോമെട്രിക്കൽ ഡിസൈൻ പോലെയോ അത്ര പ്ലാൻഡായിട്ട് നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും. പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ, മുകളിൽ 10,000 feet മുകളിൽ പോയി ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് പ്ലാൻഡായി ഉണ്ടാക്കിയ സിറ്റി പോലെയും ഒരുപാട് പെർഫെക്റ്റ് പ്രൊപ്പോർഷനിൽ ഉണ്ടാക്കിയ പോലെയും ഒരു പെർഫെക്റ്റ് ജോമെട്രിക് ഡിസൈൻ പോലെയൊക്കെ തോന്നാം. ഹിയർ ഈസ് എ പോയറ്റ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജസ്റ്റ് സച്ച് എ വ്യൂ ഓഫ് ദ സിറ്റി. ഇവിടെ പോയിട്ട് അങ്ങനെയൊരു വ്യൂ, സിറ്റിയുടെ അങ്ങനെയൊരു വ്യൂവിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആൻഡ് സം ക്വസ്റ്റ്യൻസ് ദാറ്റ് കം ടു ഹിസ് മൈൻഡ്. ചില ക്വസ്റ്റ്യൻസ്, അയാളുടെ ചില ചോദ്യങ്ങളുടെ ഈ പോയറ്റിൻ്റെ, കവിയുടെ മനസ്സിലോട്ട് വന്നു. അതിനെക്കുറിച്ചാണ് ഈ പോയം. അപ്പോൾ എന്താ നോക്കാം. വെൻ ദ ജെറ്റ് സ്പ്രാങ് ഇൻ ടു ദ സ്കൈ ഇറ്റ് വാസ് ക്ലിയർ വൈ ദ സിറ്റി ഹാഡ് ഡെവലപ്ഡ് ദ വേ ഇറ്റ് ഹാഡ്, seeing it scaled 6 inches to the mile. There seemed an inevitability about what on earth had looked haphazard, unplanned and without style, when the jet sprang into the sky. നമുക്ക് നോക്കാം ഇതിൻ്റെ മീനിങ് എന്താണ്. വെൻ ദ ജെറ്റ് സ്പ്രാങ് ഇൻ ടു ദ സ്കൈ, ജെറ്റ് ആകാശത്തോട്ട് കുതിച്ചുയർന്നപ്പോൾ ഇറ്റ് വാസ് ക്ലിയർ വൈ ദ സിറ്റി ഹാഡ് ഡെവലപ്ഡ് ദ വേ ഇറ്റ് ഹാഡ്. ഒരു കാര്യം ക്ലിയർ ആയിരുന്നു. എന്തായിരുന്നു? വൈ ദ സിറ്റി ഹാഡ് ഡെവലപ്ഡ് ദ വേ ഇറ്റ് ഹാഡ്. എന്തുകൊണ്ടാണ് ഈ സിറ്റി ഇങ്ങനെ ഇപ്പോഴുള്ള പോലെ ഡെവലപ്പായെന്ന് അത് ക്ലിയർ ആയിരുന്നു, അത് മനസ്സിലായി. സീയിങ് ഇറ്റ് സ്കെയിൽഡ് 6 inches to the mile. ഒരു മൈൽ ദൂരം എത്രയായിട്ട് കാണുന്നത്? ഒരു 6 inches പോലെ കാണുന്നുള്ളൂ അത്ര ദൂരം നോക്കുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി why the city had developed the way it had. There seemed an inevitability about what on ground had looked haphazard. അവിടെ എനിക്കൊരു ഇന്നവിറ്റബിലിറ്റി, ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം എനിക്ക് മനസ്സിലായി. about what on ground had looked haphazard. ഗ്രൗണ്ടിൽ ഞാൻ താഴ്ന്നു നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹാഫസാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡറല്ലാത്ത, നോട്ട് ഇൻ ഓർഡർ, ഒന്നും ഒരു ഓർഡറിലല്ലാത്ത, ക്രമമല്ലാതെ അറേഞ്ച് ചെയ്ത ഒരു സിറ്റിയാണ് എനിക്ക് തോന്നിയത്. വാട്ട് ഓൺ ഗ്രൗണ്ട് ഹാഡ് ലുക്ക്ഡ് ഹാഫസാഡ്. എല്ലാം ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ, ഒരു ഓർഡറിലല്ലാതെയാണ് കണ്ടിരുന്നത്. അൺപ്ലാൻഡ്, ഒന്നും പ്ലാൻ ചെയ്യാതെ ഉണ്ടാക്കിയ സിറ്റി പോലെ. ആൻഡ് വിതൗട്ട് സ്റ്റൈൽ, ഒരു സ്റ്റൈലില്ലാതെ, ഒരു പ്രൊപ്പോർഷൻ ഇല്ലാതെ. പക്ഷേ വെൻ ദ ജെറ്റ് ഹാഡ് സ്പ്രാങ് ഇൻ ടു ദ സ്കൈ അതെല്ലാം മാറി. അപ്പോൾ അടുത്ത സ്റ്റാൻസ് നോക്കാം. വെൻ ദ ജെറ്റ് റീച്ച്ഡ് 10,000 feet it was clear why the country had cities where the rivers ran
and why the valleys were populated. The logic of geography, the land and water attracted man, was clearly delineated when the jet reached 10,000 feet. ഇതിൻ്റെ അർത്ഥം when the jet reached 10,000 feet, ജെറ്റ് വിമാനം 10,000 ഫീറ്റിലെത്തിയപ്പോൾ it was clear why the country had cities where the rivers ran. അപ്പോൾ ഒരു കാര്യം കൂടി ക്ലിയറായി, why the country had cities where the rivers ran. എന്തുകൊണ്ടാണ് രാജ്യത്തിൽ സിറ്റികൾ, പട്ടണങ്ങൾ എവിടെയാണ്, where the rivers ran, എവിടെയാണോ പുഴകൾ ഒഴുകുന്നത്, റിവർ ഒഴുകുന്നത്, അവിടെയാണ് സിറ്റികളുള്ളതെന്ന് മനസ്സിലായി. അതെന്തുകൊണ്ടാണെന്നും മനസ്സിലായി. ഇറ്റ് വാസ് ക്ലിയർ വൈ ദ കൺട്രി ഹാഡ് സിറ്റീസ് വെയർ ദ റിവേഴ്സ് റാൻ ആൻഡ് വൈ ദ വാലീസ് വർ പോപ്പുലേറ്റഡ്. വാലി എന്ന് പറഞ്ഞാൽ താഴ്വാരങ്ങൾ, സമതലമായ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ, നല്ല ഫെർട്ടൈലായിട്ടുള്ള ലാൻഡുള്ള സ്ഥലങ്ങൾ, മലകൾക്കിടയിലുള്ള നിരന്ന സ്ഥലം. എന്തുകൊണ്ടാണ് അവിടെ ഇത്ര ആൾക്കാർ, ജനസംഖ്യ കൂടിയതെന്നും അങ്ങനെ സിറ്റികൾ ഡെവലപ്പായതെന്നും ഒക്കെ മനസ്സിലായി. ദ ലോജിക് ഓഫ് ജോഗ്രഫി, ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ജോഗ്രഫിയാണ്, അതായത് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സാണ്. ദാറ്റ് ലാൻഡ് ആൻഡ് വാട്ടർ അട്രാക്റ്റഡ് മാൻ. ലാൻഡ് എന്ന് പറഞ്ഞാൽ കര, വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം. ഈ കരയും വെള്ളവും ഒക്കെ ഈ മനുഷ്യനെ അട്രാക്റ്റ് ചെയ്തു. അതായത് നദിയിലുള്ള വെള്ളവും പ്ലെയിൻ വാലീസിലുള്ള ആ ഫെർട്ടൈലായിട്ടുള്ള ലാൻഡും ഒക്കെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവിടെ ആൾക്കാർ തിങ്ങിപ്പാർത്തത്. അങ്ങനെയാണ് അവിടെ ഒരു സിറ്റി ആയത്. വാസ് ക്ലിയർലി ഡെലിനിയേറ്റഡ്, ക്ലിയർലി വിസിബിൾ. അതെല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. എപ്പോൾ? വെൻ ദ ജെറ്റ് റീച്ച് 10,000 ഫീറ്റ്. ജെറ്റ് ഒരു 10,000 ഫീറ്റിൽ മുകളിലെത്തിയപ്പോൾ ഇതെല്ലാം എനിക്ക് ക്ലിയറായി. When the jet rose 6 miles high, it was clear the earth was round and that it had more sea than land. But when the jet rose 6 miles high, അതിലും കുറച്ചും കൂടി 6 മൈൽ ദൂരെ പോയപ്പോൾ it was clear the earth was round. അല്ലെങ്കിൽ താഴെ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് പരന്ന പോലെയാണ് ഈ ഭൂമിയെ കണ്ടത്. പക്ഷേ അത്രയും ദൂരെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഭൂമി ഉരുണ്ടതാണെന്ന്. ആൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് മോർ സീ ദാൻ ലാൻഡ്. അപ്പോൾ അതുപോലെ തന്നെ ഈ എർത്തിൽ സീ ആണ് കൂടുതൽ, കടലാണ് കൂടുതൽ, വെള്ളമാണ് കൂടുതൽ ലാൻഡിനെക്കാളിൽ എന്നും അതും എനിക്ക് മനസ്സിലായി. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ മെൻ ഓൺ എർത്ത് ഫൗണ്ട് കോസസ് ടു ഹേറ്റ് ഈച്ച് അതർ, ടു ബിൽഡ് വാൾസ് അക്രോസ് cities and to kill. From that height, it was not clear why. But it was difficult to understand. പക്ഷേ ഒരു കാര്യം വളരെ ഡിഫിക്കൽട്ടായിരുന്നു മനസ്സിലാക്കാൻ, വളരെ ബുദ്ധിമുട്ടി എനിക്ക് മനസ്സിലാവാൻ. ദാറ്റ് മെൻ ഓൺ എർത്ത് ഫൗണ്ട് കോസസ് ടു ഹേറ്റ് ഈച്ച് അതർ. ഈ ഭൂമിയിലെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നു. ദാറ്റ് മെൻ ഓൺ എർത്ത് ഫൗണ്ട് കോസസ് ടു ഹേറ്റ് ഈച്ച് അതർ. അന്യോന്യം വെറുക്കാനായിട്ട് കാരണങ്ങൾ കണ്ടെത്തുന്നു. ആൻഡ് ദേ ഫൈൻഡ് കോസസ് ടു ബിൽഡ് വാൾസ് അക്രോസ് ദ സിറ്റീസ്. സിറ്റികളുടെ ഇടയിൽ അവർ മതിലുകൾ തീർക്കുന്നു. ആൻഡ് ദേ ഫൈൻഡ് റീസൺസ് ടു കിൽ. അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ വരെ അവർ റീസൺ കണ്ടെത്തുന്നു. ഫ്രം ദാറ്റ് ഹൈറ്റ്, ആ ഹൈറ്റിൽ നിന്ന്, അത്ര ഉയരത്തിൽ നിന്ന്, ഇറ്റ് വാസ് നോട്ട് ക്ലിയർ വൈ. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യർ ചെയ്യുന്നതെന്ന് അത് ക്ലിയർ ആയില്ല. അതുമാത്രം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതായിരുന്നു ഈ പോയത്തിലെ മീനിങ്. ഇത് എഴുതിയിരിക്കുന്നത്, ഈ പോയറ്റിൻ്റെ പേര് സുൽഫിക്കർ ഘോഷ് എന്നാണ്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. Please subscribe, like and share. Thank you.